വ്യാജമദ്യം പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തെ ബി.ജെ.പി. നേതാവിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതായാണ് പരാതി. ആക്രമണത്തിൽ പരിക്കേറ്റ എക്സൈസ് ഉദ്യോഗസ്ഥനായ നന്ദഗോപാലിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ബി.ജെ.പി. കായംകുളം മണ്ഡലം സെക്രട്ടറി പത്തിയൂർ വടശ്ശേരിൽ ബിനു, ഭാര്യ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗമായ ബി.ജെ.പി. അംഗം മോളി വടശ്ശേരി, മകൾ പ്രവീണ, മരുമകൻ എന്നിവർക്കെതിരെ കേസെടുത്തതായി കരിയിലക്കുളങ്ങര പോലീസ് അറിയിച്ചു. ശനിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ബിനു നടത്തുന്ന ഹോളോബ്രിക്സ് കമ്പനിയോട് ചേർന്ന കുടുംബ വീട്ടിൽ വ്യാജമദ്യ വിൽപ്പന നടക്കുന്നതായുള്ള നിരന്തര പരാതിയെ തുടർന്നായിരുന്നു തങ്ങൾ അവിടെ എത്തിയതെന്ന് എക്സൈസ് സംഘം പറയുന്നു. എക്സൈസ് സിവിൽ ഓഫീസർമാരായ ബിപിൻ, നന്ദഗോപാൽ, രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വീട്ടിൽ പരിശോധന നടത്തി വ്യാജമദ്യവുമായി നിരവധി വ്യാജമദ്യ കേസുകളിൽ പ്രതിയായ പത്തിയൂർ കോട്ടൂർ വടക്കതിൽ ശശിയെ പിടികൂടുകയും ചെയ്തിരുന്നതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശശിയുടെ ഒപ്പമുണ്ടായിരുന്ന വ്യാജമദ്യ കേസിൽ പ്രതികളായ മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പ്രതിയെ കൊണ്ടുപോകാനായി ശ്രമിക്കുന്നതിനിടയിലാണ് ബിനുവിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘത്തെ ആക്രമിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തിയുള്ള ആക്രമണത്തിൽ മർദ്ദനമേറ്റ നന്ദഗോപാൽ താഴെ വീഴുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് എക്സൈസ് ഉദ്യോഗസ്ഥരും കരിയിലക്കുളങ്ങര സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി. മർദ്ദനമേറ്റ നന്ദഗോപാലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ബിനുവും ഗ്രാമപഞ്ചായത്ത് അംഗമായ മോളിയുടെയും നേതൃത്വത്തിൽ എക്സൈസ് വാഹനം തടഞ്ഞ് വീണ്ടും പോലീസിനെ എക്സൈസ് സംഘത്തെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂടുതൽ പോലീസ് എത്തിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനാണ് പോലീസ് കേസെടുത്തത്. CDNet ന്യൂസ്, കായംകുളം.